നഷ്ടപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ? ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ? എത്ര വലിയ വിഷയം എനിക്കറിയാം. കർണാശം വിഷയം ഞാൻ വിചാരിച്ചിട്ട് ഭയങ്കര ഉപദേശിച്ചുകൊണ്ട് പോയത് എന്റെ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ ആളെ വിളിക്കില്ല. പോക്കറ്റ് ഇട്ട് തോള വഴി പുള്ളി പോകുന്ന പുള്ളിയുടെ തന്നെ ന്യൂയോർക്കിലോട് കൊടുത്തത് നമ്മൾ പ്രാവശ്യ ശക്തി നമ്മൾ ശക്തി ആരാധിക്കണം. ആരാധിക്കുമ്പോഴാണ് ദൈവശക്തി ഞങ്ങൾ പറഞ്ഞില്ലേ സാന്നിധ്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ തന്ത്രമാണ്. മറിച്ച് സാന്നിധ്യമില്ലാതെ നമ്മൾ സാന്നിധ്യം ഉണ്ടാക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. മനസ്സിലാക്കും. സാന്നിധ്യമില്ലാത്ത സാന്നിധ്യം വരണം. ആ മർമ്മം മനസ്സിലായോ? സാന്നിധ്യമില്ലാത്തത് നമ്മൾ ചെല്ലുന്നത് എവിടാ? പിശാചിന്റെ ശക്തി ഉള്ളതാണ്. അവിടെ ചെന്ന് ആ ശക്തിയെ പകർത്തുന്ന റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒരു സാന്നിധ്യം. ഞാനിങ്ങനെ അത് കാണുമ്പോൾ എന്നാ പറ്റും? നമുക്ക് ബുദ്ധിമുട്ടാണ്. സാന്നിധ്യം വരണമെങ്കിൽ നമ്മൾ ആരാധിച്ചു തുടങ്ങണം. നമ്മൾ ചൂടുകൾ വെക്കുമ്പോഴാണ് കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. സാന്നിധ്യമില്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് സാന്നിധ്യം ഉണ്ടാകാനല്ല ദൈവം നിന്റെ സാന്നിധ്യം തന്നെ എന്തുവാണ് നീതീകരണം? എന്തുവാണ് നീതീകരണം? ആദം ഹവ്വായും തമ്മിൽ, ആദമും ഹവ്വായും കർത്താവുമായിട്ട് ബന്ധമെന്ന് പറയുന്നത് ഒരു വളരെ വലിയ ബന്ധമാണ്. എല്ലാ ദിവസവും ഈവനിങ്ങിൽ അവർ കർത്താവുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ദിവസം പഠിപ്പിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ബന്ധം ഒരു ഒരു സായങ്കാലത്തിൽ ദൈവം വന്നു ഇവരെ വിളിച്ചപ്പോ ഇവർ ഒളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ ഒളിച്ചിരിക്കുവാനുണ്ടായ കാരണം എന്നായിരുന്നു? അവർ ഒരു പാപം ചെയ്തു. എന്താണ് പാപം? ചെറുതൊന്നും അറിയുന്നില്ല. ഈ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ്. എനിക്കറിയാൻ വരാനില്ലല്ലോ. നിങ്ങളുടെ വായന തുറന്നത് പറയട്ടെന്ന് വിചാരിച്ചാൽ പറയുന്നത്. അതെങ്കിലും ഒന്ന് പറഞ്ഞു. ദൈവകൽപ്പന ലംഘിച്ചു. ദൈവകൽപ്പന ലംഘിച്ചപ്പോ അവർക്ക് എന്ത് പറ്റി? ഞാൻ വിളിച്ചു രാക്ഷസപ്രവചനം പറയുന്നത് ദൈവകൽപ്പന ലംഘിച്ചപ്പോ എന്ത് പറ്റി? ദൈവ തേജസ് നഷ്ടമായി പോയി. ദൈവ തേജസ് നഷ്ടമായി പോയപ്പോൾ എന്ത് പറ്റി? അവർക്ക് ദൈവത്തിന്റെ ഇടയിൽ വരാൻ പറ്റിയില്ല. അവരെവിടെ പോയി? അവരൊളിച്ചിരുന്നു. ഒളിച്ചിരുന്നു. അവരെന്നാ പറയുന്നത്? ദൈവം വിളിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞു? ഞങ്ങൾ നഗ്നരാണ്. ഞങ്ങൾ നഗ്നരാകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ അതിന്റെ മുമ്പിൽ ഉൽപ്പത്തി 1:27 ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ഓക്കെ, അവിടെ പറയുന്നത് 26 മുതൽ 28 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതാണ്. ഇവിടെ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മേൽ ഒരു വസ്ത്രമുണ്ടായിരുന്നു എന്ന വിഷയമാണ്. ഇവരുടെ മേൽ എന്തുണ്ടായിരുന്നു? ഒരു വസ്ത്രമുണ്ടായിരുന്നു. പറയാനൊരു വസ്ത്രമുണ്ടായിരുന്നു. ഒരു വസ്ത്രമുണ്ടായിരുന്നു. ആ വസ്ത്രം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതെ, വളരെ സിമ്പിളായിട്ട് പറയാം. ആ വസ്ത്രം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ വസ്ത്രം നഷ്ടപ്പെട്ടത് കൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ അടുത്ത് വരാൻ കഴിയുന്നില്ല. ഇവർക്കൊരു ID കാർഡ് ഉണ്ടായിരുന്നു. ഈ ID കാർഡ് കാണിച്ചാൽ ഇവർക്ക് ദൈവത്തിന്റെ അടുക്കലോട് കയറിച്ചല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലോട് ചെല്ലാം. ഇവരുടെ ദൈവം അല്ലെങ്കിൽ ഇവർ ദൈവഹിതമല്ലാത്തത് അല്ലെങ്കിൽ ID കാർഡ് ഇവർക്ക് ഇവരുടെ ഈ ID നഷ്ടപ്പെടുന്ന രീതിയിൽ ഇവരെന്തോ ചെയ്തു. അതോടുകൂടി ഇവരുടെ കയ്യിൽ ഈ ID എടുക്കപ്പെട്ടു. ആ ID എടുക്കപ്പെട്ടതുകൊണ്ട് ഇവർക്ക് ദൈവത്തിന്റെ ചെല്ലാൻ പറ്റത്തില്ല. മാക്സിമം സിമ്പിൾ ആക്കി പറഞ്ഞാൽ അവർക്ക് ദൈവത്തിനെതിരെ ചെല്ലാൻ പറ്റുന്നില്ല. പക്ഷേ അപ്പൊ ഈ ID എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സാകുന്ന വസ്ത്രമാണ്. ദൈവം അവരുടെ മേൽ അവന്റെ തേജസ് കൊടുത്തിരുന്നു.
ഒരു സാധാരണക്കാരൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. കാരണം നീതിമാനായ ദൈവം, പരിശുദ്ധനായ ദൈവം, അവന്റെ അടുക്കലേക്ക് വിശുദ്ധി കൂടാതെ ആർക്കും ചെന്ന് കയറുവാൻ കഴിയത്തില്ല, നീതി കൂടാതെ ആർക്കും ചെന്ന് കയറുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം ആദമിനെ ഔവ്വയെ സൃഷ്ടിച്ചപ്പോ വേദപുസ്തകം പറഞ്ഞത് അവരെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ പറയുന്ന തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടിയിച്ചിരിക്കുന്നു, അവരെ അണിയിച്ചിരിക്കുന്നു. എന്തൊക്കെയാ? ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും എന്ന് ഇവരെ അണിയിച്ചിരിക്കുക. അവൻ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, അവനോട് സംസാരിക്കുവാനായി അവൻ അവരെ വസ്ത്രം അണിയിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വസ്ത്രം എപ്പോ നഷ്ടപ്പെട്ടു പോയി? ഇവ പാപം ചെയ്തപ്പോ ഈ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. ഈ വസ്ത്രം എപ്പോ നഷ്ടപ്പെട്ടു പോയി? പാപം ചെയ്തപ്പോൾ ഈ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തായി. ദൈവ സാന്നിധ്യത്തിൽ പുറത്തായി. പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നതുകൊണ്ട് പണ്ട് പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ആദാം നമ്മുടെ വല്യപ്പൻ, അവ നമ്മുടെ വല്യമ്മ ഏതെന്ന തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു. കുറ്റം ചെയ്ത നേരത്ത് ദൈവം അവരെ അതാണ് നമ്മുടെ സ്കൂളിൽ പോയി ഉറങ്ങണം. ആ പാത്രത്തിൽ മനസ്സിലായി. അപ്പൊ ദൈവം അവരെ പുറത്താക്കി. എന്തുകൊണ്ട് പുറത്താക്കി? ഇവർക്ക് ദൈവത്തിന്റെ അടുത്ത് വരുവാനുള്ള വസ്ത്രമില്ലാതായി പോയി. ഇനി അർത്ഥം പറഞ്ഞു, ഈ പാരമ്പര്യത്തിൽ ഇങ്ങോട്ട് ജനിച്ചവർക്ക് ആർക്കും ഈ ദൈവത്തിന്റെ അടുക്കലോട്ട് ചെല്ലുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, അതായത് ആദാമിക പാരമ്പര്യത്തിൽ ജനിച്ചവർക്കെല്ലാം ഈ കുറവുള്ളവരായിരുന്നു. അപ്പൊ ദൈവം ഇത് പരിഹരിക്കുവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പല യാഗങ്ങളും പലരും ചെയ്തു. സ്തോത്രം. എന്നാൽ എന്ത് സംഭവിച്ചു? അവസാനം നമ്മൾ ഇപ്പോൾ വായിച്ചതുപോലെ റോമാലേഖനത്തിൽ അവന്റെ നിത്യതയുടെ പദ്ധതിയായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. പറഞ്ഞാൽ അവൻ യാഗമായി തീർന്നു. അവൻ യാഗമായി തീർന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, നമ്മുടെ ശാപം തീർക്കുവാനും യാഗമായി. രണ്ട്, നമ്മുടെ പാപം തീർക്കുവാനും യാഗമായി. മൂന്ന്, നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുവാനും യാഗമായി. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മർമ്മം ഉൾക്കൊള്ളുന്നതുമായ നാലാമത്, ഇവൻ ഇറങ്ങി വന്നത് നമുക്ക് നഷ്ടമായി പോയ ദൈവബന്ധം തിരിച്ചു തരുവാൻ ഈ അത്യുന്നതനായ ദൈവം തന്റെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തുവാ ചെയ്തത്? ഒരുവന്റെ അനുസരണക്കേടില്ല എല്ലാവരും കുറ്റക്കാരായി തീർന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇതൊന്ന് വായിച്ചു പോകാൻ സമയമില്ലല്ലോ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ഒരുവൻ പാപം ചെയ്തത് മുഖാന്തരം എല്ലാവരും അനുസരണക്കേട്ടവരായി ദൈവദേശില്ലാത്തവരായി തീർന്നപ്പോൾ ഒരുവന്റെ അനുസരണം എല്ലാവരും നീതീകരിക്കപ്പെടുകയാണ് ചെയ്തത്. യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ, അവൻ നമുക്ക് വേണ്ടി തന്റെ രക്തം വിലയായി കൊടുത്തപ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ നമ്മുടെ അകൃത്യങ്ങളുടെ കുറ്റം അവരുടെ ചുമത്തി. ദൈവം ഈ അകൃത്യങ്ങളുടെ കുറ്റമെല്ലാം ആരുടെ ചുമത്തിക്കൊണ്ടു? ദൈവത്തിന്റെ ഈ യേശുക്രിസ്തുവിന്റെ മുകളിൽ ചുമത്തിക്കൊണ്ടപ്പോൾ ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? അവൻ നമ്മുടെ അകൃത്യയാഗമായി തീർന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും നഷ്ടമായി പോയ ആ ദൈവിക ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ, അവനുമായിട്ട് നിരപ്പിക്കുവാൻ, അവന്റെ അടുക്കലേക്ക് സദാ കയറിച്ചത് അപ്പോൾ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവൻ നമുക്ക് ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചു തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രം ആ കാര്യങ്ങളെ പറ്റി ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാബുനെ വെച്ച് കാണിച്ചു. നിങ്ങൾ മറന്നുപോയെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. ഈ വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്തിൽ ആദാമിക പാരമ്പര്യത്തിൽ ജനിച്ചപ്പോൾ സകല വിധത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും ആദാമിൽ നിന്നും ഇദ്ദേഹത്തിലേക്ക് കയറി. ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലാതായി. കാരണം വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ചെല്ലണമെങ്കിൽ നമുക്കൊരു വസ്ത്രം ആവശ്യമാണ്. ഈ വ്യക്തി ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇവനല്ല പാപം ചെയ്തത്, ഇവന്റെ പാപം
പാപത്തിന്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കുക. ഇവന്റെ പാപത്തിന്റെ കുറ്റം ഞാൻ എടുക്കുക. ഇവന്റെ നെറ്റിയിൽ ഒരു ബോർഡ് വെച്ചു, ഇവന്റെ പേരത്തെ നീതിമാൻ. നീതിമാൻ എന്ന് പറഞ്ഞാൽ ഒരു അപരാധവും ചെയ്തിട്ടില്ലാത്തവൻ. അർത്ഥം ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവൻ, ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവൻ. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ പേര് മാറി, ഇവന്റെ പേര് നീതിമാൻ എന്നായി. ഈ വ്യക്തികളുടെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഇവൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവൻ. ഏത് സമയത്തും അങ്ങനെ അടുക്കലേക്ക് വരുവാനുള്ള ബന്ധം ഞാൻ മുഖാന്തരം സ്ഥാപിക്കപ്പെട്ടു. ഇതാത്രേ നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം. ഇതാത്രേ നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലായിരുന്നു? ഈ മേഖലയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. ആമേൻ. ഈ നീതി ലഭിച്ചത് എങ്ങനെയാണ്? എത്ര പേർക്ക് നീതി ലഭിച്ചു? ആമേൻ. ഈ നീതി ലഭിച്ചത് എങ്ങനെയാണ്? നമ്മുടെ അപ്പച്ചനും അപ്പാപ്പന്മാരും ഒക്കെ നേർന്ന നേർച്ച കൊണ്ടാണോ? അല്ലെങ്കിൽ അവർ കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ? എങ്ങനെയാണ് ഈ നീതി ലഭിച്ചത്? റോമലേഖനം നമ്മൾ പെട്ടെന്ന് അത് വായിക്കാൻ പോകുന്നു. അവിടെ തൊട്ട് നമ്മൾ തുടങ്ങാം. വീണ്ടും വായിച്ചോ. റോമർ 3:27. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താലത്രേ. കർമ്മമാർഗത്താൽ ആർക്കും നീതി ലഭിക്കുന്നില്ല. നമുക്ക് നീതി ലഭിക്കുന്നത് ഏത് മാർഗത്തിലൂടെ? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് നമുക്കെന്ത് ലഭിക്കുന്നത്? നമുക്ക് നീതി ലഭിക്കുന്നത്. അത് ആ ഒരു ഭാഗം വായിക്കാൻ പോവാ. ഞാൻ സമയമില്ലെങ്കിലും ഒന്ന് വായിക്കാം. 3:23-21 മുതൽ വായിച്ചാൽ പറയാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു. ഇതെങ്ങനെ വെളിപ്പെടുന്നത്? നമ്മൾ ചെയ്ത പ്രവൃത്തി മൂലമല്ല നീതീകരിക്കപ്പെട്ടത്. പിന്നെ എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? പറയേണ്ടത് വിശ്വാസത്താല. ഒന്നും പറഞ്ഞ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. ഞാൻ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ഇനി ഒരിക്കലും പറയുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തിയാണ്. എന്റെ ഹൃദയം നല്ലതായതുകൊണ്ടാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത് പറയുന്നത്. നീ നീതീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവുള്ള വിശ്വാസം മുഖാന്തരം മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്. അടുത്ത വാക്യം വായിച്ചാൽ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നു. അബ്രഹാം പറഞ്ഞു, അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം വിശ്വസിച്ചു, അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ നോക്കി. ഇവിടെ ഒരു വ്യത്യാസവുമില്ല. വർഗീസ് പ്രവർത്തന വ്യത്യാസമില്ല, ജസ്റ്റിൻ പ്രവർത്തന വ്യത്യാസമില്ല, അല്ലെങ്കിൽ പുറകിലിരിക്കുന്നോ മുന്നിലിരിക്കുന്നോ വ്യത്യാസമില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് എന്ത് നഷ്ടപ്പെട്ടു? ഈ തേജസ് എന്താണെന്നറിയാമോ? ഈ തേജസ് എന്താണെന്നറിയാമോ? ആദാമിന് നഷ്ടപ്പെട്ടതാണ് ഈ തേജസ്. ഉൽപ്പത്തി 1:26-27 വായിച്ചത് അതവിടെ വെച്ചോണ്ട്. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന് ആകാശത്തിലെ പർവ്വജാതികളും സകല ഭൂചര ജന്തുവിനും വാഴുവൻ എന്നവരോട്. ആദാമിനും ഹവ്വായ്ക്കും ദൈവം തന്റെ തേജസ് കൊടുത്തപ്പോൾ അവർക്ക് ആ തേജസ്സിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു അറിയാമോ? അവർക്കൊരു അതോറിറ്റി ഉണ്ടായിരുന്നു. പറയേണ്ട അധികാരം. അതൊന്നും അറിയാൻ മേലാതാണ് നമ്മൾ ഇട്ടിട്ട് കിടക്കുന്നത്. പറയേണ്ട അധികാരം. അവർക്കൊരു അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരം സകലത്തിന്റെ പേരിലും വാഴുന്നതായിരുന്നു. ഈ ദൈവ തേജസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അധികാരവും ദൈവത്തിന്റെ അഭിഷേകവും കൂടെ ഒന്നിച്ചു വരുന്നതാണ് ഈ ദൈവ തേജസ് എന്ന് പറയുന്നത്. ആദാം വിളിച്ചു, സിംഹമേ നീ ഇവിടെ വാ, നിന്റെ പേര് സിംഹം. കരടിയെ നീ ഇവിടെ വാ, നിന്റെ പേര് കരടി. ഇവരാണ് ദൈവം. ഈ ആദാമും ഹവ്വയുമാണ് ആർക്ക് പേരിട്ടത്? മൃഗങ്ങൾക്കൂടെ പേരിട്ടത്. അത്രമാത്രം അധികാരമുള്ള വ്യക്തികളായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുപോലെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എത്രമാത്രം താഴ്ത്തി? ദൈവം നമ്മളെ കുറിച്ചല്ലേ പറഞ്ഞത്? നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്. അത് നിങ്ങൾ നമ്മളെ കുറിച്ചാണ് പറഞ്ഞത് പറയാം. ദൈവം മനുഷ്യനെ എത്രമാത്രം ഒന്ന് വായിച്ചു പറയാം. സങ്കീർത്തനം 8:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതാണ്. നീ അവനെ ദൈവത്തെക്കാൾ മാത്രം താഴ്ത്തി. അതോ ഓയുടെ ജീവിതം അങ്ങനെയായിരുന്നു.
എങ്ങനെയാണ് നടന്നു പോവുകയും ജീവിച്ചത്. അവർക്ക് ദൈവത്തെ അല്പം കാഴ്ച കൊടുത്തിട്ടുള്ളായിരുന്നു. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരുന്നു. ആരെയാ? ഈ അപ്പച്ചനെ അമ്മച്ചി അണിയിച്ചിരുന്നതാണ്. സ്തോത്രം. നമ്മുടെ മാലയല്ല അവരെ അണിയിച്ചിരുന്നത്. അവരെ അണിയിച്ചിരുന്നത് എന്തുവാ? തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചിരുന്നത്. സ്തോത്രം. അവിടെ നോക്കി നിന്റെ കൈകളുടെ പ്രവർത്തികൾ നീ അവനെ അധിപതിയാക്കണോ. ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി. He gave the authority. സൂര്യ നീ അവിടെ നിൽക്കേ. മനസ്സിലായോ? സൂര്യനെ എന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞ സൂര്യൻ നിൽക്കുമായിരുന്നു. ഏരിയ പറഞ്ഞ ഞാൻ പറയാതെ ഈ ഭൂമി മഴ പെയ്യത്തില്ല പോലെ. അതാ അധികാരം എന്ന് പറയുന്നത്. ഈ തേജസ്സും ബഹുമാനവും ഇവരെ അണിയിച്ചിരുന്നു. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. എവിടാക്കിയിരുന്നു? സകല പ്രശ്നങ്ങൾ ഇവരുടെ കാൽ കീഴിലായിരുന്നു. അവൻ ഇന്ന് സകല പ്രശ്നങ്ങൾ എവിടെ ഇരിക്കുന്നത്? തോളയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പറയാൻ പറ്റാത്തത്. ഇതെല്ലാം തോളെ കയറ്റി വെക്കാതെ കാലിന്റെ കീഴിലൂടെ എടുത്ത് വെക്കുക. ഹല്ലേലൂയ. സകല പ്രശ്നങ്ങളിൽ നിന്ന് കാൽ കീഴിലിരിക്കട്ടെ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ ദൈവത്തെ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു. അവൻ അവന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി വെച്ചു. സകലവും അവന്റെ കാൽ കീഴിലാക്കി. ഇതായിരുന്നു അധികാരം എന്ന് പറയുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോയി. ആരും കൊണ്ടുപോയി? മറ്റവൻ പിശാച് മേടിച്ചു. സ്തോത്രം. ഇവിടെ റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ പറയുന്നു ഇതാണ് തേജസ്, ഇതാണ് ദൈവിക തേജസ്. മനസ്സിലായോ? അവൻ ഇവിടെ പറയുന്നു ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് എന്ത് നഷ്ടപ്പെട്ടു? ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഞാനിത് ബൈബിൾ സ്റ്റഡി പോലെ പഠിപ്പിക്കാൻ തീരുമാനിച്ചാ വന്നത്. കാരണം ഈ ദിവസങ്ങളെല്ലാം ഉണർവിന്റെ പ്രസംഗങ്ങളല്ലായിരുന്നു. നമ്മൾ ഇത് മനസ്സിലാക്കി നമ്മൾ നീതീകരണം, നമുക്ക് ലഭിച്ച നീതീകരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ദൈവതേജസ് നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ നഷ്ടപ്പെട്ടു? അധികാരം നഷ്ടപ്പെട്ടു. കാലിന്റെ കീഴിൽ കിടക്കുന്ന കാലിന് മുകളിലോട്ട് കയറാൻ തുടങ്ങി. പ്രതികൂലങ്ങൾ വരാൻ തുടങ്ങി. കാരണം ആദവും ഹവ്വയും സകലത്തിന്റെ മേലും വാഴുന്ന ക്യാരക്ടറായിരുന്നു. അവർക്ക് അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവ തേജസ് അല്ലെങ്കിൽ ആ ഉടുപ്പ് നഷ്ടമായി പോയപ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു മൊബൈൽ ഉണ്ട്, ഐഫോൺ 5 ഉണ്ട് കയ്യില്. പക്ഷെ സിം കാർഡ് ഇല്ലാത്ത പോലായി പോയി. കാരണം വ്യക്തിയുണ്ട്, അഭിഷേകമില്ലാതായി പോയി. അല്ലെങ്കിൽ ഉടുപ്പില്ലാതായി പോയി. കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. കണക്ഷൻ നഷ്ടപ്പെട്ടപ്പോൾ അധികാരം നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ സംഭവിച്ചത് ഇന്ന് പലക്കാലം അത് തിരിച്ചു വരുവാനത്തെ ഈ ഭൂമിയിലേക്ക് വന്നത്. വിശ്വസിക്കുന്നവർക്ക് അധികാരം അനുഭവിക്കുന്നവർക്ക് അഭിഷേകം അനുഭവിക്കുന്നവർക്ക് നിങ്ങളുടെ കാലഘട്ടം സംഭവിച്ചില്ല. അവന്റെ കൃപയാണ് വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ സൗജന്യമായി ലഭിച്ചു. നഷ്ടമായി പോയ ഉടുപ്പ് തിരിച്ചു വരുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിൽ സ്ഥിതി അല്ലെങ്കിൽ എന്താണെങ്കിലും അവർ എഴുതിയിരിക്കുന്ന മെയ്ഡ് ഇൻ ചൈന എന്നല്ല, ഇത് എഴുതിയിരിക്കുന്ന മെയ്ഡ് ഇൻ ഹെവൻ എന്നാണ്. ആ ഉടുപ്പ് ധരിപ്പിക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഈ പ്രകാരം ആ ഉടുപ്പ് നൽകിയ ദൈവമക്കൾ ഒരു സ്വന്തം വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവമാനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊരുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ 27 ആകയാൽ പ്രശംസയുടെ അത് പോയി നിനക്ക് ശുശ്രൂഷയുടെ നിനക്കൊന്നും പ്രശംസിപ്പാനില്ല. നിനക്ക് ലഭിച്ചതല്ല ക്രിസ്തുവേശുള്ള വിശ്വാസത്താണ്. പ്രശംസയുടെ പണ്ട് കർമ്മമാർഗത്തിലും പ്രവർത്തിയിലുമ്പോൾ അവർ ദീനീകരിക്കപ്പെടുവാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, നീ ഒന്നും ചെയ്യണ്ട. നീ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ഒന്ന് വിശ്വസിച്ചാൽ നീ ദീനീകരിക്കപ്പെട്ട വ്യക്തിയായി മാറും. നിനക്കൊരു പുതിയ ഉടുപ്പ് ലഭിക്കും. ആ ഉടുപ്പിന്റെ നേരത്തെ നിനക്ക് രക്ഷാ വസ്ത്രം എന്ന് പറയും. നിങ്ങളുടെ ഞാൻ സബ്ജക്ട് മാറി സമയം പോകുന്നത് വേഗത്തിൽ പറയട്ടെ. ഈ ഉടുപ്പിട്ട് കഴിയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, യേശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ പറയുന്നു, അതിനെ രക്ഷാ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. അർത്ഥം അല്ലെങ്കിൽ നീതിയുള്ള വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. ഒരു ഗിഫ്റ്റ് മേടിച്ച് ആ ഗിഫ്റ്റിനെ പായ്ക്ക് ചെയ്യുന്നത് പോലെ യേശുക്രിസ്തുവിനാ ഞാനും നിങ്ങളും അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു വിളിച്ചു പറയാൻ പോവാ. ആ പായ്ക്ക്
വായിച്ചിട്ട് നോക്കുമ്പോൾ അകത്തിരിക്കുന്ന വസ്തു കാണത്തില്ല, പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന പേപ്പറാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിന്റെ ദൈവം നോക്കുമ്പോൾ വിളിക്കുന്നത് നിന്നെ കാണുമ്പോൾ അതിന്റെ അതേപോലെ തന്നെ ഈ നീതീകരിക്കപ്പെട്ട വ്യക്തി ഒരു ക്വാളിറ്റിയാണ്. ഈ നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. ഇവനെ കാണത്തില്ല. എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാം, കാരണം നമ്മൾ ആത്മാവിൽ ഉയരുന്നില്ല. ആത്മാവിൽ ഉയർന്നു കഴിയുമ്പോൾ പിതാവാം ദൈവം, അതുകൊണ്ട് പിതാവാം ദൈവം നോക്കുമ്പോൾ അത് യേശുക്രിസ്തു രക്ഷാവസ്ത്രം കൊണ്ട് നിന്നെ ധരിപ്പിച്ചിരിക്കുക. ചെല്ലുപോലും പുറത്തു വരത്തില്ല കേട്ടോ, എല്ലാം മൊത്തം റാപ്പ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് പ്രഭുവേ ധൈര്യത്തോടെ പിശാചിന്റെ മുന്നിൽ നിൽക്കാൻ നമുക്ക്. പിശാചിനറിയാം. ഇത് തിരിച്ചറിഞ്ഞാൽ പിശാചിന് നിൽക്കാൻ പറ്റില്ല. ദോഹ ഇത് തിരിച്ചറിഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ ദോഹ പിശാചി നിൽക്കത്തില്ല. നമ്മൾ തിരിച്ചറിയാം, എന്നെ കാണുമ്പോൾ പിശാചി കാൽവരി ക്രൂശാണ് കാണുന്നത്. തകർക്കപ്പെട്ട യേശുവിനെ, അവരുടെ തലയിൽ ചവിട്ടിയ യേശുവിനെയാ പിശാചി കാണുന്നത്. ഈ ഉള്ളിൽ ഈ രാത്രി പുറക്കാലം കടന്നു വരുന്നു. നിന്നെ കാണുമ്പോൾ പിശാചി പറയ്ക്കുന്നതിന് പിന്നിൽ, നിന്നെ കാണുമ്പോൾ പിശാചി തല വിളിക്കുന്നതിന് പിന്നിൽ, നിന്നെ കാണുമ്പോൾ പിശാചി അലറി വിളിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ മർമ്മമേ ഉള്ളൂ. അവൻ നിന്നെ കാണുന്നത് നിന്നെയല്ല കാണുന്നത്, നിന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന യേശുവിനെ അവൻ കാണുന്നത്. അതേ ദിവസം ഞാൻ ബൈബിൾ വായിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടെ. എന്നെ നിങ്ങളെ കാണുമ്പോൾ പിശാചി കാണുന്നത് ആരെയാ? യേശുവിനെ ആ പിശാചി കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ ഭൂതത്തെ പുറത്താക്കുന്ന ശുശ്രൂഷ നടക്കുമ്പോൾ ഈ വ്യക്തി അഭിഷിക്തന്റെ മുഖത്തോട് നോക്കത്തില്ല. കാരണം എരിയുന്ന കണ്ണ് കാണും, അഗ്നിജ്വാലിക്കുന്ന കണ്ണ് കാണും. ഈ കണ്ണ് കാണുമ്പോൾ അവന് നോക്കാൻ കഴിയത്തില്ല. എത്ര പേർക്ക് മർമ്മം പിടി കിട്ടുന്നുണ്ടായി? സഹോദര, ഈ ചില ദൈവദാസന്മാർ വഴിയെ നടന്നു പിശാച് അകത്ത് നിലവിളിക്കുന്നതിന് കാരണം ഇവന് തിരിച്ചറിഞ്ഞു, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, എന്റെ മുമ്പിൽ നിൽക്കുവാൻ ശക്തിയില്ല. കാരണം എന്നിൽ ക്രിസ്തു നീതിയായി മാറിയപ്പോൾ, എന്നെ ക്രിസ്തുവിൽ ഞാൻ മറയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ അല്ല കാണുന്നത്. ഞാൻ 2-3 മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ കാലെടുത്ത് വെക്കുന്നത് യേശുവിന്റെ കാലാണ്. നമ്മൾ വാ തുറക്കുമ്പോൾ യേശുവിന്റെ ശബ്ദം അപ്പുറത്ത് വരുന്നത്, നമ്മൾ കൈ വെക്കുമ്പോൾ യേശുവിന്റെ കൈ ഉയരപ്പെടുന്നത്. ഈ നീതീകരണത്തിന് പൂർത്തീകരണം വരുന്ന എപ്പോഴാണ് അറിയാം? ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു. ഗലാത്യർ 3:24 വായിച്ച വേഗത്തിൽ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ 3:27 വിശ്വാസം വരും മുമ്പേ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്താ ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഉടുപ്പിടുന്നതിന്റെ പൂർണ്ണത വരുന്നത് എപ്പോഴാണ് അറിയോ? സ്നാനപ്പെട്ട വ്യക്തികൾ മനസ്സിലാക്കാൻ, ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ പഴയ മനുഷ്യനല്ല, അതല്ലേ പറയുന്നത് പുതിയ മനുഷ്യൻ. പുതിയ മനുഷ്യൻ ഇന്ന് പ്രകാരം കേട്ടാട്ടെ, നീ വെള്ളത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ നീ ആരായിട്ടാ വരുന്നത്? ക്രിസ്തുവായിട്ട് തന്നെ. ആരെ ധരിച്ചോണ്ട് വരുന്ന പറഞ്ഞേ? ഒന്നോട് വായിച്ച ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആരെ ധരിച്ചിരിക്കുന്നു? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആരെ ധരിച്ചിരിക്കുന്നു? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പറയട്ടെ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പറഞ്ഞത്, ഈ ക്രിസ്തുവിനെ ധരിച്ച ഇത്രയും ക്രിസ്തുക്കളാണ്. ദോഹം കാണാൻ വേറെ വല്ലൊരു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമ്മളൊന്ന് എഴുന്നേറ്റ് നമ്മളൊന്ന് തിരിച്ചറിയാൻ മതി. എന്റെ മുമ്പിൽ പിശാചിന്റെ സ്ഥാനം, എന്റെ മുമ്പിൽ പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ആരാണ്. ഇനി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമ്മള് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എവിടെ ക്രിസ്തു ഇരിക്കുന്നോ അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അവനോടുകൂടെ ഉയർപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ഇന്ന് എവിടെ ആയിരിക്കുന്നത്? മലമുകളിൽ തന്നെ ആയിരിക്കുന്നത്.
എനിക്കറിയാം മനസ്സിലാകത്തില്ല പലർക്കും. മനസ്സിലാകാൻ കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. അവരെങ്കിലും മനസ്സിലാക്കി ഈ ദിവസങ്ങൾ അധികാരം ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് എന്നും പാലും തേനും മാത്രം പോരാ, വല്ലപ്പോഴും കട്ടിയുള്ളത് കഴിക്കണം. തിരിച്ചറി, നീ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. ഈ ലോകത്തിൽ ആരെ ഉപയോഗിക്കുന്നത് പോലെ നിന്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. നീ അത് തിരിച്ചറിഞ്ഞാൽ മതി. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ക്രിസ്തുവത്രേ. നിന്നെ നീ നിൽക്കുമ്പോൾ, ഞാൻ ഈ പുൽപ്പറ്റി നിൽക്കുമ്പോൾ എന്റെ കർത്താവിനെ പിശാച് കണ്ടുകൊണ്ട് നിൽക്കുന്നത്, എന്റെ പിതാവ് ദൈവം കണ്ടുകൊണ്ട് നിൽക്കുന്നത് യേശു ക്രിസ്തുവിനെയാ. അതുകൊണ്ട് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. കാരണം നമ്മൾ യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ അത് നീതീകരിക്കപ്പെട്ടവരാ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുമ്പോൾ പിതാവ് ദൈവം കേൾക്കുന്ന ശബ്ദം ഈ പാവപ്പെട്ടവരുടെ ശബ്ദമല്ല, യേശുവിന്റെ ശബ്ദമത്രേ പിതാവ് ദൈവം കേൾക്കുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ പിതാവ് പറയും, എന്റെ കുഞ്ഞ് നിലനിൽക്കുന്നതോ എന്റെ കുഞ്ഞെന്തോ ചോദിക്കുന്നതോ എന്ന് പറഞ്ഞു പറഞ്ഞത്. അതുകൊണ്ട് എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്നാൽ നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട്, ചില പ്രതിഫലങ്ങളുണ്ട്. അതുകൂടെ വേഗത്തിൽ ചിന്തിച്ച് നമ്മൾ കർത്തൃമേശയിലേക്ക് പോകും. വായിച്ചാട്ടെ യെശയ്യാവിന്റെ പുസ്തകം 32:17 വാക്യം. വേഗത്തിൽ. ഈ നീതീകരിക്കപ്പെട്ട വ്യക്തിയെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. അത് തിരിച്ചറിയുന്നു. ഇന്ന് തിരിച്ചറിയും. പോരാട്ടം എന്നുള്ള വാക്ക് നമുക്കുള്ളതാണ്. ഒരു മിനിറ്റ്, നമ്മളോട് പോരാടാൻ ഇവരാരാ? ക്രിസ്തുവിനോട് പോരാടാൻ പിശാചിന് കഴിയുമോ? കഴിയുമോ? ചുമ്മാ അവിടെ ഇവിടെ കോഞ്ഞിനെ കുത്തി കാണിക്കാൻ പറ്റും, അല്ലാതെ തൊടാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചവരാ. അടുത്തേക്ക് കൈതൊട്ടിട്ട് പറ, ക്രിസ്തുവിനെ ധരിച്ചവരാ. ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമോ? ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമോ? ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ക്രിസ്തു പ്രതികൂലത്തെ എങ്ങനെ കണ്ടോ അതുപോലെ നമ്മൾ കാണണം. ക്രിസ്തു കാറ്റിൻ കടലിൽ കണ്ടപ്പോ പേടിച്ചില്ല. നീതിയുടെ പ്രവൃത്തി സമാധാനവും. നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ക്വാളിറ്റി സമാധാനം. കാരണം അവനറിയാം എവരിതിങ് അണ്ടർ കൺട്രോൾ. എന്തോ കാരണം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. അതുകൊണ്ട് അവൻ എന്തുണ്ട്? ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, ജോലി പോകുമെന്ന് പറഞ്ഞു, പ്രതികൂലം വന്നു, പ്രശ്നം വന്നു. ഡോക്ടർ പറഞ്ഞു ഈ ലോകം ഒരിക്കലും മാറില്ല. അവൻ പറയും ഡോക്ടർ എവരിതിങ് അണ്ടർ കൺട്രോൾ. അണ്ടർ കൺട്രോൾ. അതാണ് നീതിയുടെ പ്രവൃത്തി സമാധാനം. അടുത്തത് നീതിയുടെ ഫലം ശാശ്വത വിശ്രാമം. ഈ നീതിയുടെ ഫലം എന്ന് പറയുന്നത് ശാശ്വത വിശ്രാമം. ഓക്കെ, അടുത്തത് നിർഭയത. ഇവനൊന്നും കണ്ട് പേടിക്കത്തില്ല. ഇപ്പൊ നമ്മൾ പേടിക്കുന്നത് പ്രശ്നങ്ങൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പേടിക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം, അല്ലെങ്കിൽ പ്രതികൂലം വരുമ്പോൾ നമ്മൾ ചഞ്ചലപ്പെടുന്നതിന് പിന്നിലുള്ള രഹസ്യം നമുക്ക് ലഭിച്ച നീതീകരണത്തെ കുറിച്ച് നമുക്ക് ബോധ്യമായിട്ടില്ല. പെട്ടെന്ന് വിശാഖി പറയും, ഈ നാളെ ചെയ്ത പാപത്തിന്റെ വലുത് പറയും. നോ ബ്രദർ, നെവർ നെവർ. ആ പഴയ പാപങ്ങൾ എന്നേക്കുമായി കർത്താവ് മായ്ച്ചു കളഞ്ഞു. നിങ്ങൾ നീ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. പിതാവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പിതാവ് ചെറുനെ തന്നെ വിളിക്കുന്നത് എന്റെ പൊന്നു മോനെ നാം വിളിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ചെറുതായിരിക്കും ഇതെന്തോ അബദ്ധമാണോ പറയുന്നത്. നീ അത് തിരിച്ചറി. നിന്നെ യേശു വിളിക്കുന്ന മോനെ നാം. ഓ, അതുകൊണ്ട് നമുക്ക് ഏത് പ്രശ്നം വന്നാലും നമ്മൾ സമാധാനമായിട്ടിരിക്കും. ഏത് പ്രശ്നം വന്നാലും നമ്മൾ നിർഭയരായിട്ടിരിക്കും. കാരണം നമുക്ക് നീതീകരണം ലഭിച്ചവരാ. നമുക്ക് പിതാവിന്റെ എപ്പോഴിച്ചില്ല. നമ്മുടെ പിതാവ് ഈ ലോകത്തിലെ പിതാവിനെ പോലെ ബലഹീനനായ പിതാവല്ല. നമ്മുടെ അപ്പനോ അവൻ അഖിലാണ്ടത്തിലൂടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. ഒരു വാക്യം വായിക്കും, എങ്ങനെ ഈ നീതീകരിക്കപ്പെട്ട വ്യക്തി സമാധാനമായിട്ടിരിക്കും. ആമേൻ. വായിച്ചാൽ ബ്രദറെ, സങ്കീർത്തനങ്ങൾ 34:15. ഇതാരും എനിക്ക് പറയേണ്ടത്, പക്ഷെ അതിനുള്ള സമയം പോയി. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ. ഭൂമിയിൽ ഒത്തിരി മനുഷ്യരുണ്ട് പ്രിയപ്പെട്ടവരെ, പക്ഷെ കർത്താവിന്റെ കണ്ണ് ആരുടെ മേലായിരിക്കും? നീതിമാന്മാരുടെ. നീതീകരിക്കപ്പെട്ട വ്യക്തികളൊന്ന് വിളിച്ചു ആരുടെ മേലായിരിക്കുന്നത്? എന്റെ മേലായിരിക്കുന്നത്. യഹോവയുടെ കണ്ണ് എന്റെ മേലായിരിക്കും. അതിലേക്ക് നമ്മൾ കൈ കൊടുത്തു, യഹോവയുടെ കണ്ണ് എന്റെ മേലിൽ. അപ്പൊ യഹോവയുടെ കണ്ണ് ആരുടെ മേലായിരിക്കുന്നത്? ആമേൻ. ഒന്ന് നീതിമാന്റെ പേരും അവന്റെ ചെവി. യഹോവയുടെ ചെവി എവിടെയിരിക്കുന്നത്? എന്റെ കരച്ചിലിന് മുമ്പിൽ എന്റെ യഹോവയുടെ ചെവിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീതിയുടെ ഫലവും നിർഭയതയും അതുപോലെ തന്നെ സമാധാനവും മാത്രമേ. കാരണം യഹോവയുടെ കണ്ണ്
യഹോവയുടെ ചെവി നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ അവൻ ചെവി സാധിച്ചിരിക്കുക. ഒരു കുഞ്ഞി കരയുമ്പോൾ അവൻ അപ്പം തിരിച്ചറിയുന്ന പോലെ നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ അവന്റെ ചെവി എപ്പോഴും അവന്റെ കണ്ണ് ഒരു പെട്ടെന്ന് ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ എത്ര ശക്തമായ ശുശ്രൂഷയിലാണെങ്കിലും ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വരാൻ താമസിക്കുമ്പോൾ ഞാൻ നോക്കുക വന്നില്ല. കാരണം എന്താണെന്നറിയോ, എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് എപ്പോഴും. പക്ഷേ ഇവിടെ വേദോസം പറയുന്നു യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ ഒരു പെട്ടെന്ന് 5 മിനിറ്റോട് ഞാൻ തീർക്കാം. ഒന്ന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് വിടുതരാം. നീതീകരിക്കപ്പെട്ട വ്യക്തികൾ മാത്രം ബോധം വന്നവർ, നീതിയുടെ ബോധം വന്നവർ ശ്രദ്ധിച്ചാൽ ഈ യഹോവയുടെ കണ്ണിന് ചില പ്രത്യേകതയുണ്ട് കേട്ടോ. ഓ ജീസസ്, യഹോവയുടെ കണ്ണ് വേദപുസ്തകം റെവലേഷൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയും അവന്റെ കണ്ണ് നിജമാനത്തുള്ള കണ്ണാണ്. ഓ ഏത് എക്സ്റേ റേസിനേക്കാളും, ഏത് CT സ്കാന്റെ റേസിനേക്കാളും, ഏത് മോസ്റ്റ് മോഡേൺ റേസിനേക്കാളും എത്ര വലിയ മതിലുകളെ തുളച്ചു ചെന്ന് കയറി ചെല്ലുവാൻ കഴിവുള്ളവ യഹോവയുടെ കണ്ണ്. നീ നിർഭയമായിരിക്കുവാൻ, ഓ അവന്റെ കണ്ണ് നിന്റെ ഇരിക്കുക, അവന്റെ കണ്ണ് നിന്റെ ഇരിക്കുക, അവന്റെ കണ്ണ് നിന്റെ ഇരിക്കുക, അവന്റെ കണ്ണ് നിന്റെ ഇരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഓ സമാധാനമുണ്ട്, സമാധാനമുണ്ട്. അവന്റെ നിർഭയതയാണ് അവരുടെ ഉറപ്പുണ്ട്. എന്റെ യഹോവയുടെ കണ്ണ് ഉണരുന്നില്ല, അവൻ ഉണർത്താൻ തീർന്നില്ല. അവന്റെ കണ്ണ് നീതിമാന്റെ വേറുണ്ട്. ഈ കണ്ണിന് വേറൊരു പ്രത്യേകതയുണ്ട്. സക്രിയാവിന്റെ പുസ്തകം പറയുന്നു അവന്റെ 7 കണ്ണ് ഭൂമിയിലെന്നും നടക്കുക. എന്റെ കണ്ണുകൾ അവിടെ ആ റോക്ക് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ യഹോവയുടെ കണ്ണിന് പ്രത്യേകതയുണ്ട്. ആ കണ്ണ് ഭൂമിയിൽ എങ്ങും ഊമാറി നടക്കുക. അവന്റെ കണ്ണി ഭൂമിയിൽ എങ്ങും ഊമാറി നടക്കുക. ആ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ട വ്യക്തികൾ എപ്പോഴും സമാധാനമാണ്. ഓ അതിന് നല്ല പ്രധാന സംവിധാനങ്ങളും നല്ല സെക്യൂരിറ്റിയുമുള്ള രാജ്യങ്ങൾക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും അറിയാമോ? ഞങ്ങളുടെ സ്ഥിതി സുരക്ഷിതമാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് കറാച്ചിയിൽ നിന്ന് ഒരു പ്ലെയിൻ പോകുമ്പോൾ ഞങ്ങളുടെ റഡാർ അത് കണ്ട് ഞങ്ങൾക്ക് സഹായം അടിക്കണം. ഇന്ന് പലക്കാലം അതിന് നമ്മുടെ വർഗീസ് സച്ചാൻ ഉണ്ടല്ലോ. വർഗീസ് സച്ചാന്റെ പരമോഹൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ പുറകിൽ നിൽക്കും. ഞാൻ എനിക്ക് അറിയാനാണ്. അതായത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഞാനുള്ള അദ്ദേഹത്തിന്റെ പരമോഹൻ. അവരൊക്കെ കണ്ണിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് നിർത്തിയിരിക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ? ഇവരുടെ കണ്ണിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സ്വർഗത്തിന്റെ അപ്പച്ചന്റെ കണ്ണിന് ഒരു ലിമിറ്റേഷൻ ഇല്ല. വേഗത്തിൽ 4 പോയിന്റ് പറയാം. അതിനെ ബാക്കി പറയാം. ശ്രദ്ധിച്ചിട്ട് ഒന്ന്, ഈ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ സങ്കീർത്തനം 33-18-19 വാക്യം വായിച്ചാട്ടെ. വേഗത്തിൽ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വായിക്കും. ഒരാൾ മത്തായി 8:14 എടുത്ത് വെച്ചാട്ടെ. തന്റെ ഭക്തന്മാരുടെ ഈ ദൃഷ്ടി എന്തിനു വേണ്ടിയാണ്? 19 വാക്യം വായിച്ചു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ശാപത്തിൽ ഓ ലോകം മൊത്തം ക്രൈസിസ് വരട്ടെ. കർത്താവിന്റെ കണ്ണ് കണ്ടു. അവന്റെ ക്രൈസിസ് വരുന്നുണ്ട്. അതിന് മുമ്പ് നിന്നെ കരുതുവാൻ അവന്റെ കണ്ണ് ചെയ്യുവാൻ. അത് മാത്രമല്ല ശാപത്തിൽ നിന്റെ ക്ഷേമത്തോട് പരിപാലിക്കുവാൻ കണ്ണുണ്ട്. അതുകൊണ്ട് നീതിമാൻ സമാധാനമായി അതിനെ പ്രസംഗിക്കാമെങ്കിൽ നമുക്ക് ഇന്നും വൈകിട്ട് പ്രസംഗിക്കാം. സമയമില്ല. അടുത്തത് പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 8:14. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് അവന്റെ ദൃഷ്ടി കൊണ്ട് കണ്ടപ്പോൾ അവനെ സൗഖ്യമാക്കി.
നിന്റെ കണ്ണ് വീണ്ടും വരുന്നു എന്തിനറിയാമോ നിന്നെ സൗഖ്യമാക്കുക അവന്റെ കണ്ണ് നിന്നെ കൊണ്ടുപോയി അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോലെ അടുത്തത് വായിച്ചാണ് 2 വൃത്താന്തം 16:9 പല പ്രാവശ്യം ഞാൻ ഇവിടെ പ്രസംഗിച്ചു 2 വൃത്താന്തം 16:9 യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാർ വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് ഭൂമിയിലെല്ലാടും അവന്റെ ശക്തി കാണിക്കുന്നത് അവൻ ചില നീതിമാന്മാരെ നീ തയ്യാറാണെങ്കിൽ അവൻ തന്റെ ശക്തി നിന്നിലൂടെ പുറത്തു കൊണ്ടുപോകാൻ തയ്യാറാ അവൻ തന്റെ ശക്തി നിന്നിലൂടെ പുറത്തു കൊണ്ടുപോകാൻ തയ്യാറാ അവരുടെ ദൈവത്തിന്റെ അവൻ ഇത്രയും പോയത് വീട്ടിൽ കൊണ്ടുപോകും അത് ഒരു പോയിന്റോട് പറയുമ്പോൾ ഞാൻ മുന്നോട്ട് പോവാം അവസാനമായിട്ട് ഈ കണ്ണുകൊണ്ട് നോക്കി കണ്ട ഒരു അത്ഭുതം ഞാൻ വായിക്കാൻ പോലെ പുറപ്പാട് പുസ്തകം 14:24 പുറപ്പാട് 14:24 യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് പ്രഭാതയാമത്തിൽ എല്ലാവരും ഒരേ ചെങ്കടലിനെ കടക്കുന്ന ഒരു സമയമായി ഇവർ ഇസ്രായേൽ മക്കൾ മുന്നോട്ട് പോകുന്നു അവർ പുറകിൽ ഫറവോന്റെ സൈന്യവും പോകുന്നു ഇതിൽ അവർക്ക് പകൽ മേഘസ്തംഭം രാത്രി അഗ്നിദൂതം എല്ലാം ഉണ്ട് ഇവിടെ കണ്ടു പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി ഇതുവരെ ഞാൻ പറഞ്ഞു ദൈവം നോക്കിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അവരുടെ ദൃഷ്ടി ഇതിന്റെ പ്രാണനെ വിടുവിക്കുവാനുണ്ട് അവരുടെ ദൃഷ്ടി ഇതിന്റെ ക്ഷാമത്തിൽ പരിപാലിക്കുവാനുണ്ട് അവരുടെ ദൃഷ്ടി ഇതിനെ സൗഖ്യമാക്കുവാനുണ്ട് അവരുടെ ദൃഷ്ടി അവൻ ബലവാനെന്ന് കാണിക്കുവാനുണ്ട് ഇവിടെ വായിക്കുന്നത് വായിച്ചാട്ടെ മിസ്രയീമ്യ സൈന്യത്തെ നോക്കി അവൻ എന്തോ ചെയ്തു എന്തോ യഹോവയുടെ ദൃഷ്ടി സൈന്യത്തിന്റെ മേൽ വീണു അർത്ഥം നിനക്കെതിരെ നിൽക്കുന്ന ശക്തിയുള്ള മേൽ ഈ കണ്ണുണ്ട് യഹോവയുടെ ദൃഷ്ടി അഗ്നിമേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ദൃഷ്ടി സൈന്യത്തിൽ നോക്കി എന്ന് വെച്ചാൽ അവന്റെ ദൃഷ്ടി അവിടെ നിന്റെ മുൻഭാഗം മാത്രമല്ല നിന്റെ പിൻഭാഗവും നിന്റെ മുന്നിൽ മാത്രമല്ല നിന്റെ പിൻഭാഗവും വ്യക്തിയെ നിനക്ക് ശാശ്വതമാനം തരുവാൻ നിനക്ക് എന്നും പ്രൊട്ടക്ഷൻ തരുവാൻ നിന്റെ നിർഭയോടെ ഇരിക്കുവാൻ എന്റെ നിന്റെ മേൽ പതിഞ്ഞിരിക്കുക അവൻ നിന്റെ മേൽ മാത്രമല്ല അവന്റെ തന്റെ പതിയുന്നത് നിന്റെ ശക്തികളെ എന്റെ കർത്താവിന്റെ കണ്ണ് പതിഞ്ഞിരിക്കുക അവരെ സംഭവിച്ചു ആ വാക്ക് ഞാൻ ഒത്തിരി പ്രവർത്തിച്ചു അതിനകത്തുള്ളൂ ആ വാക്ക് അതിന്റെ താറുമാറായി നീ ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കുർബാന ഒരു ശക്തിയില്ല അവൻ വിളിച്ചു പറഞ്ഞു ഇവർ അങ്ങോട്ട് ചെന്നിട്ട് ഈ മരുഭൂമി അരണ്യത്തിൽ നിന്ന് പോരുമെന്ന് പറഞ്ഞു ഒരു കാര്യം കേട്ടോ എന്റെ കർത്താവ് വിളിച്ചിറക്കി ചെങ്കടലിൽ തളർത്തുവാൻ പോകുന്നത് വെറും പ്രസാദിന്റെ രക്തത്താൽ ചെങ്കടലിൽ തളർത്തുകൊണ്ടില്ല നോക്കിയ മക്കള് അവരുടെ ദൃഷ്ടി ഇന്ത്യ യേശുവിന്റെ രക്തത്താൽ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു സൈന്യത്തെ താറുമാറാക്കി അത് ദേവചക്രത്തിന്റെ തെറ്റിച്ച ഓട്ടം പ്രയാസമാക്കി മാറ്റി നിനക്കെതിരെ രക്ഷാപ്രവാചകൻ നിനക്കെതിരെ വന്ന അവന്റെ മകന് വേണ്ട ഒരുപാട് കേട്ടവരുണ്ട് ഒരുപാട്
നിന്റെ വിശ്വാസത്തെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. നിന്റെ തലമുറയെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. നിന്റെ ജീവിതമാർഗ്ഗങ്ങളെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. നിന്റെ കുടുംബജീവിതത്തെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. നിന്റെ കല്യാണത്തെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. കാരണം യഹോവയുടെ കണ്ണ്, യഹോവയുടെ കണ്ണ് അത്തിഭാരക്കുന്ന യഹോവയുടെ കണ്ണ് പറയുന്ന പോലെ വേഗത്തിൽ കൺഫർമേഷൻ വേഗത്തിൽ ക്ലാസ് തിരിച്ചുകൊണ്ട് ഓപ്പൺ ആക്കി